ഭാരതീയ ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ 25ാമത്തെ നക്ഷത്രമാണ് പൂരുരുട്ടാതി. രണ്ട് മുഖങ്ങളുള്ള നക്ഷത്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പൂരുരുട്ടാതിക്കാർക്ക് സ്വഭാവത്തിൽ മയവും അതേസമയം തന്നെ കാർക്കശ്യവും ഒരേപോലെ പ്രകടമാക്കാൻ കഴിവുണ്ട്. 2026 മെയ് മാസം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കേവലം മറ്റൊരു മാസമല്ല, മറിച്ച് അവരുടെ ജീവിതത്തിലെ സുപ്രധാനമായ ചില പരിവർത്തനങ്ങളുടെ തുടക്കമാണ്. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്നത് നിങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി കൊണ്ടുനടന്ന ആഗ്രഹങ്ങളും പദ്ധതികളും പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ പ്രപഞ്ചം നിങ്ങളെ നിർബന്ധിക്കും എന്നതാണ്. സാധാരണഗതിയിൽ പൂരുരുട്ടാതി നക്ഷത്രക്കാർ ചിന്താശീലരും തത്വചിന്തയിൽ താല്പര്യമുള്ളവരുമാണ്. എന്നാൽ 2026 മെയ് മാസത്തിലെ ഊർജം നിങ്ങളെ വെറുമൊരു ചിന്തകനിൽ നിന്നും കഠിനാധ്വാനിയായ ഒരു കർമ്മയോഗിയിലേക്ക് മാറ്റാൻ പ്രേരിപ്പിക്കും. നിങ്ങൾ ഇതുവരെ ആർജിച്ച അറിവുകളും അനുഭവങ്ങളും ജീവിതത്തിലെ പരീക്ഷണ ഘട്ടങ്ങളിൽ എങ്ങനെ പ്രയോഗിക്കണമെന്നതിന്റെ വലിയൊരു പാഠപുസ്തകമായിരിക്കും ഈ മാസം. കാലാവസ്ഥാപരമായി വേനൽ അതിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന മെയ് മാസത്തിൽ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ചൂട് പിടിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം. ഇത് ദേഷ്യമായോ ഉത്കണ്ഠയായോ പ്രകടമാകാൻ സാധ്യതയുണ്ട്. കുംഭക്കൂറിൽ ജനിച്ച പൂരുരുട്ടാതിക്കാർക്ക് തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ അല്പം ഭാരം അനുഭവപ്പെടുമ്പോൾ മീനക്കൂറിൽ ജനിച്ചവർക്ക് വൈകാരികമായ ചില സംഘർഷങ്ങളെ നേരിടേണ്ടി വരും. എങ്കിലും നിങ്ങളുടെ അധിപനായ വ്യാഴത്തിന്റെ സ്വാധീനം നിങ്ങളെ ഏത് പ്രതിസന്ധിയിലും തളരാതെ പിടിച്ചു നിർത്തും. ഒരു വശത്ത് തടസ്സങ്ങൾ അനുഭവപ്പെടുമ്പോഴും മറുവശത്ത് അപ്രതീക്ഷിതമായ സഹായ ഹസ്തങ്ങൾ നീളുന്നത് ഈ മാസത്തിന്റെ പ്രത്യേകതയാണ്. 2026 ഈ കാലഘട്ടം സാമ്പത്തികമായ അച്ചടക്കം നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. വരും വർഷങ്ങളിലേക്കുള്ള വലിയൊരു സാമ്പത്തിക അടിത്തറപ്പാകാൻ ഈ മാസത്തിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ സഹായിക്കും. ആത്മീയമായ ഒരു ഉണർവ് ഈ നക്ഷത്രക്കാർക്ക് മെയ് മാസത്തിൽ അനുഭവപ്പെടും. ഭൗതികമായ നേട്ടങ്ങൾക്കായി ഓടുമ്പോഴും മനസ്സിന്റെ സമാധാനം തേടി നിങ്ങൾ നടത്തുന്ന യാത്രകൾ ഫലപ്രദമാകും. കുടുംബ ബന്ധങ്ങളിൽ പുത്തൻ ഉണർവ് ഉണ്ടാകുമെങ്കിലും പഴയ കാലത്തെ ചില പ്രശ്നങ്ങൾ വീണ്ടും ചർച്ചയാകാൻ സാധ്യതയുണ്ട്. ഇതിനെ എങ്ങനെ പക്വതയോടെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് നിങ്ങളുടെ വിജയം. ചുരുക്കത്തിൽ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് 2026 മെയ് മാസം എന്നത് സ്വയം തിരിച്ചറിവിന്റെയും തിരുത്തലുകളുടെയും മാസമാണ്. വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും വിജയങ്ങളിൽ വിനയാന്യതരാകാനും ഈ കാലം നിങ്ങളെ പഠിപ്പിക്കും. ഭാഗ്യത്തെക്കാൾ ഉപരി സ്വന്തം കഴിവിൽ വിശ്വസിച്ച് മുന്നേറാൻ തയ്യാറെടുക്കുന്നവർക്ക് ഈ മാസം വലിയ നേട്ടങ്ങൾ തന്നെ കാത്തുവച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന ദിവസങ്ങൾ നിങ്ങളുടെ കരിയറിലും വ്യക്തിജീവിതത്തിലും പുതിയ അധ്യായങ്ങൾ തുറക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ മാസത്തെ ഓരോ ചലനവും കൃത്യമായ ലക്ഷ്യബോധത്തോടെയാണെങ്കിൽ പ്രതിബന്ധങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മുന്നിൽ വഴിമാറുന്ന കാഴ്ച ഈ മെയ് മാസത്തിൽ ദർശിക്കാം. 2026 മെയ് മാസം നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങളുടെ കാലമാണ്. ഈ മാസത്തിന്റെ ആദ്യ പകുതിയിൽ ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും നിങ്ങളുടെ കഠിനാധ്വാനം മേലധികാരികളാൽ അംഗീകരിക്കപ്പെടും. സ്ഥാനക്കയറ്റത്തിന് കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കാം. സർക്കാർ ജോലിയിലുള്ളവർക്ക് ദൂരസ്ഥലങ്ങളിലേക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഇത് തുടക്കത്തിൽ പ്രയാസകരമായി തോന്നാമെങ്കിലും പിന്നീട് ഗുണകരമായി മാറും. വിദേശത്തോ അല്ലെങ്കിൽ സ്വന്തം നാടിന് പുറത്തോ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം വലിയ അവസരങ്ങൾ തുറന്നു കിട്ടും. പ്രത്യേകിച്ച് IT, ബാങ്കിംഗ്, അധ്യാപനം എന്നീ മേഖലകളിലുള്ളവർക്ക് മികച്ച ഓഫറുകൾ ലഭിക്കും. ഇന്റർവ്യൂകളിൽ ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കാൻ സാധിക്കും. ബിസിനസ്സിൽ പുതിയ പങ്കാളിത്തങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ മുതിർന്നവരുടെയോ വിദഗ്ധരുടെയോ ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കും. വിദേശ വ്യാപാരം നടത്തുന്നവർക്ക് ലാഭം വർദ്ധിക്കും. പഴയ കുടിശ്ശികകൾ പിരിച്ചെടുക്കാൻ സാധിക്കും. മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ബിസിനസ് വിപുലീകരണത്തിനായി വായ്പകൾക്ക് ശ്രമിക്കുന്നവർക്ക് അത് എളുപ്പത്തിൽ അനുവദിച്ചു കിട്ടും. ശമ്പള വർധനവ്, ബിസിനസ്സിലെ ലാഭം എന്നിവ വഴി സാമ്പത്തിക ഭദ്രത കൈവരും. അപ്രതീക്ഷിതമായി മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. വീടുപണി, വാഹന അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ മംഗളകർമ്മങ്ങൾ എന്നിവയ്ക്കായി പണം ചെലവാക്കേണ്ടി വരും. ആഡംബര വസ്തുക്കൾക്കായി അമിതമായി പണം ചെലവാക്കുന്നത് നിയന്ത്രിക്കണം. ഓഹരി വിപണിയിലോ ഭൂമിയിലോ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാസത്തിന്റെ മധ്യഭാഗം അനുകൂലമാണ്. എന്നാൽ ഊഹക്കച്ചവടത്തിൽ ഏർപ്പെടുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന മാസമാണിത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നിലനിന്നിരുന്ന ചെറിയ അസ്വാരസ്യങ്ങൾ മാറി ഐക്യം പുനഃസ്ഥാപിക്കപ്പെടും. പങ്കാളിയുടെ ഭാഗത്തു നിന്ന് സാമ്പത്തികമായോ വൈകാരികമായോ വലിയ പിന്തുണ ലഭിക്കും. സന്താനഭാഗ്യം കാത്തിരിക്കുന്ന ദമ്പതികൾക്ക് ഈ മാസം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. മാതാപിതാക്കളുടെ ആരോഗ്യം മെച്ചപ്പെടും. കുടുംബത്തിൽ വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടും. കുടുംബാംഗങ്ങളോടൊപ്പം യാത്രകൾ നടത്താൻ അവസരം ലഭിക്കും. വീട് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരും. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കാലുകൾക്ക് വേദനയോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഭക്ഷണക്രമത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ശനിയുടെ സ്വാധീനമുള്ളതിനാൽ അമിതമായ ക്ഷീണം തോന്നാം. ദിവസവും വ്യായാമം ശീലമാക്കുന്നത് ഉന്മേഷം നൽകും. മാസത്തിന്റെ തുടക്കത്തിൽ അനാവശ്യമായ ഉത്കണ്ഠകളും ആകുലതകളും ഉണ്ടായേക്കാം. എന്നാൽ മാസത്തിന്റെ പകുതിയോടെ മനസ്സ് ശാന്തമാകും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ധ്യാനം, യോഗ എന്നിവ ശീലിക്കുന്നത് മാനസിക സംഘർഷം കുറയ്ക്കാൻ സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും.
മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടാൻ കഴിയും. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും. ആർട്സ്, സയൻസ് വിഷയങ്ങളിൽ പഠിക്കുന്നവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ കരിയറിലോ ഉണ്ടായ പുരോഗതി മാതാപിതാക്കൾക്ക് അഭിമാനം നൽകും. കുട്ടികളുടെ പെരുമാറ്റത്തിൽ നല്ല മാറ്റങ്ങൾ ദൃശ്യമാകും. സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. അടുപ്പമുള്ളവരോട് സംസാരിക്കുമ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതെ നോക്കണം. രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കുക. വാഹനം ഓടിക്കുമ്പോൾ അമിത വേഗത അരുത്. സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോഴോ കരാറുകളിൽ ഒപ്പിടുമ്പോഴോ രേഖകൾ കൃത്യമായി വായിച്ചു നോക്കുക. അപരിചിതരായ ആളുകളെ സാമ്പത്തിക കാര്യങ്ങളിൽ വിശ്വസിക്കരുത്. ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. തിങ്കളാഴ്ചകളിലോ ശനിയാഴ്ചകളിലോ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുക. ഓം നമഃശിവായ മന്ത്രം ജപിക്കുക. വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്കും കുടുംബ സമാധാനത്തിനും സഹായിക്കും. ശനിയാഴ്ചകളിൽ എള്ളുപായസം നിവേദിക്കുകയോ ശനീശ്വരനെ എള്ളെണ്ണ കൊണ്ട് വിളക്ക് കത്തിക്കുകയോ ചെയ്യുക. സാധുക്കൾക്ക് അന്നദാനമോ വസ്ത്രദാനമോ നൽകുന്നത് കരയിലെ തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. മെയ് 1-ാം വാരം പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അനുയോജ്യമായ സമയമാണ്. സാമ്പത്തിക ലാഭം ഉണ്ടാകും. സുഹൃത്തുക്കളിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കാം. 2-ാം വാരം ജോലിയിൽ നിന്നുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വരും. എതിരാളികളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കണം. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. 3-ാം വാരം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ദൂരയാത്രകൾക്ക് സാധ്യത കാണുന്നു. പിതാവുമായോ പിതൃതുല്യരായ വ്യക്തികളുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. മാസാവസാനം നിങ്ങളുടെ മികച്ച സമയമാണ്. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. മനസ്സിൽ സന്തോഷം തരുന്ന വാർത്തകൾ കേൾക്കാൻ ഇടയാകും. ജ്യോതിഷ മണ്ഡലത്തിലെ 25-ാമത്തെ നക്ഷത്രമായ പൂരുരുട്ടാതി കുംഭം രാശിയിലെ അവസാന ഭാഗങ്ങളിലും മീനം രാശിയുടെ തുടക്കത്തിലുമായി വ്യാപിച്ചു കിടക്കുന്നു. വ്യാഴമധിപനായ ഈ നക്ഷത്രം ജ്ഞാനത്തിന്റെ പ്രതീകമാണെന്ന് പറയപ്പെടുമെങ്കിലും ഇതിന്റെ സ്വഭാവം ഒരു ശാന്തമായ അരുവിയുടേതല്ല, മറിച്ച് ഉള്ളിൽ അഗ്നിപർവ്വതം ഒളിപ്പിച്ചു വെച്ച കടലിന്റേതാണ്. പൂർവ്വ ഭാദ്രപദ എന്ന സംസ്കൃത നാമത്തിനർത്ഥം അനുഗ്രഹിക്കപ്പെട്ട പാദങ്ങളുള്ളവന്റെ ആദ്യ ഭാഗം എന്നാണ്. എന്നാൽ ഈ അനുഗ്രഹം അത്ര എളുപ്പത്തിൽ ലഭിക്കുന്ന ഒന്നല്ല. അത് കഠിനമായ അഗ്നിപരീക്ഷകളിലൂടെയും ആത്മസംഘർഷത്തിലൂടെയും കടന്നുപോയി നേടിയെടുക്കേണ്ട ഒന്നാണ്. പൂരുരുട്ടാതിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരേണ്ടത് പരിവർത്തനം എന്ന വാക്കാണ്. ഒരു പുഴു ശലഭമായി മാറുന്നത് പോലെയോ അശുദ്ധമായ സ്വർണം തീയിൽ വെന്ത് ശുദ്ധമാകുന്നത് പോലെയോ ഉള്ള ഒരു പ്രക്രിയ ഇവരുടെ ജീവിതത്തിലുടനീളം കാണാം. ഈ നക്ഷത്രത്തിന്റെ ചിഹ്നങ്ങളിലൊന്നായ 2 മുഖങ്ങളുള്ള മനുഷ്യൻ ഇവരുടെ വ്യക്തിത്വത്തിലെ വൈരുദ്ധ്യത്തെ സൂചിപ്പിക്കുന്നു. പൂരുരുട്ടാതി നക്ഷത്രക്കാർ അജൈകപാദന്റെ കരുത്തും വ്യാഴത്തിന്റെ ജ്ഞാനവും ഒത്തുചേർന്നവരാണ്. അഗ്നിശുദ്ധിയിലൂടെ കടന്നുപോകുന്ന ഇവരുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു പാഠപുസ്തകമാണ്. കഠിനമായ പ്രതിസന്ധികളെ അതിജീവിച്ച് ലോകത്തിന് വെളിച്ചം പകരാൻ ഇവർക്ക് സാധിക്കുന്നു. ഒരു കാലം വരെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമെങ്കിലും ഒടുവിൽ വിജയം ഇവർക്കൊപ്പമായിരിക്കും. ഇവരുടെ നിഗൂഢത തന്നെയാണ് ഇവരുടെ സൗന്ദര്യവും കരുത്തും. പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 മെയ് മാസം വളർച്ചയുടെയും തിരിച്ചറിവുകളുടെയും കാലമാണ്. ശനിയുടെ സ്വാധീനം മൂലം ചില തടസ്സങ്ങൾ നേരിടാമെങ്കിലും വ്യാഴത്തിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ അതിനെയെല്ലാം അതിജീവിക്കും. ക്ഷമയോടെയും ആസൂത്രണത്തോടെയും നീങ്ങിയാൽ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല ലക്ഷ്യങ്ങളും ഈ മാസം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മവിശ്വാസം കൈവിടാതെ കഠിനാധ്വാനം തുടരുക. ദൈവാധീനം കൂടെയുണ്ടാകും.